അല്ല ബാബു, ഇനിയിപ്പോ പെരേൽക്ക് വേണ്ട ഇലക്ട്രിക് സാധനങ്ങള്, പ്ലംബിംഗ് സാധനങ്ങള്, സാനിറ്റൈസ്, ഹോം അപ്ലയൻസ് ഇതൊക്കെ ഓരോ പീടിയ പോയി മേടിക്കണ്ടേ? എന്തിനത്? ഇതൊക്കെ പട്ടാമ്പിയുള്ള ഒരൊറ്റ ഷോപ്പ് കിട്ടും. ആ ഷോപ്പിന്റെ പേരാണ് മെൽക്കോ. വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുക എന്ന ലക്ഷ്യത്തിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ജനകീയ കമ്മിറ്റി യോഗം ചേർന്നു. മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷത വഹിച്ചു. മയക്കുമരുന്ന്, വ്യാജമദ്യം, ചാരായം എന്നിവയുടെ ഉൽപാദനവും വിപണനവും അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് പട്ടാമ്പി എക്സൈസിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി നിയോജക മണ്ഡലം ജനകീയ കമ്മിറ്റി യോഗം ചേർന്നത്. മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷനായി. അതോടൊപ്പം തന്നെ മദ്യം അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉത്സവകാലത്ത് വല്ലാതെ അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ വിപണനം നിയന്ത്രിക്കേണ്ടതുണ്ട്, അത് വ്യാപിക്കുന്നത് നിയന്ത്രിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അതിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ നമുക്ക് നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. ഒപ്പം മാത്രമല്ല, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി പറയാനുള്ള അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മുടെ മണ്ഡലത്തിൽ ചില പ്രദേശങ്ങൾ, ചില ഭാഗങ്ങൾ, ചില ഏജ് ഗ്രൂപ്പ് ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ആലോചിക്കാം. എക്സൈസ് വകുപ്പ് വളരെ ഊർജിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പോലീസും നടത്തുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം നമുക്കിത് പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ കഴിയില്ല. അത് ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഒരു സിവിൽ സൊസൈറ്റി ഉണ്ടാകുമ്പോഴാണ് ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നത്. ജാഗ്രതയോട് കൂടിയ ഒരു സിവിൽ സൊസൈറ്റി ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കുട്ടികളെയും, ചെറുപ്പക്കാരെയും സംശയത്തോടെ കാണുക എന്നുള്ളതല്ല, ഇതിനെതിരായി പ്രത്യേകിച്ച് ഇത് ഉപയോഗിക്കാൻ പാടില്ലെന്നും ഇത് അവനവനത്തിന് പകർത്തുമെന്ന ഒരു ബോധവൽക്കരണം അടക്കമുള്ളത് നൽകുകയും ചെറുപ്പക്കാരികളുമായ ആളുകൾ കൂടി ഈ ക്യാമ്പയിന്റെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായും വിജയിക്കുക. തദ്ദേശ സാരഥികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പട്ടാമ്പിയുടെ വിവിധ പ്രദേശങ്ങളിലെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജയപ്രസാദ്, പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് മോഹൻ, എക്സൈസ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.